സീസൺ 2 എപ്പിസോഡ് 4. ഇപ്പോൾ അവൾ ആകെ അസ്വസ്ഥതയിലാണ്. കാരണം അവളുടെ ഗൺ പോയിന്റിലാണ് ഇന്ന് ആ ക്യാൻസർ ബാധിച്ച കുട്ടിയുടെ അച്ഛനെ അവൾ കണ്ടത്. ഇത് കാരണം അവൾ ആകെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് മാസ്ക് സിയോങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. സിയോ, ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ സമയമാണ്. അതെ, തീർച്ചയായും. ഞാൻ ഈ ഗെയിമിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോടൊരു പക്ഷേ ദേഷ്യം ഉണ്ടാവില്ലേ? പക്ഷെ ഞാനങ്ങനെ ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല. എന്റെ ഭാര്യയും ഞാനും വളരെ സന്തോഷകരമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് അവൾക്ക് ഒട്ടും വയ്യാതായി, ആരോഗ്യം ക്ഷയിച്ചു. അവളുടെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിന് മാർഗമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. പക്ഷേ ആ സമയം ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്ന സമയമായിരുന്നു. അവൾ പ്രഗ്നന്റ് ആയിരുന്നു. ഈ ഓപ്പറേഷൻ അപ്പോൾ സാധിക്കില്ലായിരുന്നു. അവൾക്കാണെങ്കിൽ കുഞ്ഞ് ഉപേക്ഷിക്കാനും കഴിയില്ല. കാരണം അത്രയും ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാനും തുടർന്നുള്ള അവളുടെ ചികിത്സയ്ക്ക് ഒരുപാട് പണവും ആവശ്യമാണ്. ആ ഒരു കാരണത്താലാണ് ഞാൻ ജോലി ചെയ്തിരുന്ന എന്റെ കമ്പനിയിൽ നിന്നും കുറച്ച് പണം കടം മേടിച്ചത്. എന്നോട് ദേഷ്യമുള്ള ചിലർ ഈ കാര്യം മുതലെടുത്ത് ഞാൻ കൈക്കൂലി മേടിച്ചതാണെന്ന് ചൂണ്ടിക്കാണിച്ച് എന്നെ മനഃപൂർവ്വം ഒരു കുറ്റവാളിയാക്കാൻ ശ്രമിച്ചു. അവരുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്റെ പ്രശ്നം തീർക്കാൻ എനിക്ക് പണം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗെയിമിനെ സപ്പോർട്ട് ചെയ്തത്. എന്റെ ഭാര്യയും എന്റെ കുഞ്ഞിനെയും എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇത് കേട്ട് സിയോങ് ആകെ സമ്മർദ്ദത്തിലാവുന്നു. അവർ തമ്മിൽ പതിയെ ഒരു സുഹൃത്തു ബന്ധം അവിടെ മുതൽ ഉണ്ടാവുന്നുമുണ്ട്. നമ്മൾ കഴിഞ്ഞ സീസണിൽ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. സോൾജേഴ്സ് തന്നെ അവിടെയുള്ള പ്ലെയേഴ്സിന്റെ ഓർഗൻസ് ഇല്ലീഗലായി വിൽക്കുന്ന ഒരു കാര്യം. അത് ബ്ലാക്ക് മാസ്ക് അറിയുകയും അറിഞ്ഞയുടൻ അവിടെ ഈ പ്രവൃത്തികളിൽ
സിയോങ് ഞെട്ടി എണീക്കുന്നു. ഇതൊക്കെ തന്റെ വെറും ഒരു സ്വപ്നമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മുടെ കാങ് ആകെ മരവിച്ചിരിക്കുന്ന സമയം അവിടെ അവന്റെ കാമുകി നമ്മുടെ പ്രഗ്നന്റ് ലേഡി നിൽക്കുന്നത് അവൻ കണ്ട് ഞെട്ടി. നീ എന്താ ഇവിടെ? നീ എങ്ങനെ ഇവിടെ എത്തി? എന്താ എന്നെ ഇപ്പോഴാണോ ഇത്ര സമയമായിട്ട് നീ കണ്ടേ? സത്യമായിട്ടും അതെ, ഞാൻ ഇപ്പോഴാണ് നിന്നെ കാണുന്നേ. നീ എന്തിനാ ഈ നരകത്തിലോട്ട് വന്നേ? ഞാൻ നരകത്തിലാണേലും സ്വർഗത്തിലാണേലും നിനക്കെന്താ? നിനക്കൊക്കെ പ്രേമിച്ചിട്ട് വയറ്റിലൊരു ഗിഫ്റ്റ് വന്ന് പൊടി തട്ടി പോയാൽ മതിയല്ലോ. ഫോൺ വിളിച്ചാലും അടിക്കില്ല, തിരിഞ്ഞു പോലും നോക്കില്ല. ചതിയ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ വേണമെന്ന് വിചാരിച്ചെടുക്കാത്തതല്ല. എന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. നീ ഒന്ന് മനസ്സിലാക്ക്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടെയും എനിക്ക് സ്വസ്ഥതയില്ല. എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഞാൻ ഓടി ഒളിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ പോലും ഞാൻ കഴിഞ്ഞത് കഴിഞ്ഞു. ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ നിന്നെ സേഫായിട്ട് കൊണ്ടുപോകും. അത് എൻ്റെ ഉറപ്പാണ്. നീ നിന്റെ ഉറപ്പും കൊണ്ട് അവിടെ ഇരുന്നാ മതി. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ശേഷം അവൾ അവിടെ നിന്നും പോകുന്നു. രണ്ടാം ഗെയിമിനായി അവർ എല്ലാവരും പുറപ്പെടുന്നു. പക്ഷേ സിയോങ് പറഞ്ഞ ഗെയിം ആയിരുന്നില്ല അത്. ഇതിനാൽ തന്നെ അവിടെയുള്ള പലരും സിയോങ്ങിനെ രൂക്ഷമായി വിമർശിക്കുന്നു, അവനെതിരെ തിരിയുന്നു. ഈ സമയം സിയോങ് ആകെ അത്ഭുതപ്പെട്ടു നിൽക്കുന്നു. തന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം പിഴച്ച അവസ്ഥയിൽ. ഇപ്പോൾ അവിടെ ഗെയിമിന്റെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നു. 6 legs എന്ന ഗെയിമിലേക്ക് സ്വാഗതം. ഈ ഗെയിമിൽ 5 പേർ ഒരുമിച്ചാണ് മത്സരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായി കളിക്കാൻ 5 ഘട്ടങ്ങളും ഉണ്ടാകും. ആയതിനാൽ 5 പേരുള്ള ഒരു ടീമായി ബുദ്ധിപൂർവം സമയം കഴിയുന്നതിന് മുമ്പേ ലക്ഷ്യസ്ഥാനത്തെത്താൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. ശേഷം എല്ലാവരും 5 അംഗങ്ങളുള്ള ടീമാവാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നമ്മുടെ താനോസിന്റെ ടീമിൽ ആൾറെഡി 3 പേരുണ്ടായിരുന്നു. കൂടാതെ അവൻ ഒരു പെൺകുട്ടിയും ഭയങ്കര പേടിയുള്ള ഒരു പയ്യനെയും കൂടെ ചേർക്കുന്നു. ടീം ഒന്നും കിട്ടാതിരുന്ന നമ്മുടെ ജോ ഹയോങ് നിൽക്കുന്നത് കണ്ട ഒരു പെൺകുട്ടി അവളുടെ അടുത്ത് വന്ന് നമുക്കൊരു ടീമാവാം എന്ന് പറയുന്നു. ശേഷം അവരുടെ ടീമിലേക്ക് ആ അമ്മയും മകനും വരുന്നു. കൂടാതെ അവസാനം മറ്റൊരു മന്ദവാദിനിയായ സ്ത്രീ കൂടി അവരുടെ ടീമിലേക്ക് വരുമ്പോൾ അവർ പൂർണ്ണമാകുന്നു. തുടർന്ന് സിയോങ്, ബാക്ക്, ഡീഹോ, ബ്ലാക്ക് മാസ്ക് കൂടാതെ അവസാനമായ ടീമിലേക്ക് നമ്മുടെ പ്രഗ്നന്റ് വുമൺ കാങ്സി കൂടെ വരുന്നു. ഇപ്പോൾ ടീമിലുള്ള 5 പേരും തങ്ങളുടെ അവസരങ്ങളിൽ ഏത് ഗെയിം കളിക്കണമെന്ന് അവർ തന്നെ തീരുമാനിക്കുന്നു. തിരഞ്ഞെടുത്ത ആൾക്ക് ഗെയിം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ പകരം മറ്റൊരാൾക്ക് കളിക്കാൻ പാടില്ല എന്നതാണ് ഈ ഗെയിമിലെ ഒരു റിസ്ക് ഫാക്ടർ. ആയതിനാൽ അവരെല്ലാവരും ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കുന്നു. ആദ്യ ഗെയിം നമ്മുടെ സെയിൽസ്മാൻ പ്ലെയേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ കളിക്കുന്ന കളി, നമുക്ക് എല്ലാവർക്കും പരിചിതമായ അതേ ഗെയിം തന്നെ. രണ്ടാം ഗെയിം ഏറുകല്ല്, അതായത് ഒരു വലിയ കല്ല് ലക്ഷ്യമാക്കി ഒരു ചെറിയ കല്ല് എറിയുന്ന കളി. മൂന്നാം ഗെയിം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ കൊത്തങ്കല്ല്. നാലാം ഗെയിം പമ്പരം. അഞ്ചാം ഗെയിം ഈ വസ്തു കാൽ കൊണ്ട് നിരത്തിടാതെ തുടരെ 5 തവണ ജഗിൾ ചെയ്യണം. എന്നിങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഗെയിമുകളായിരുന്നു ഇപ്രാവശ്യം അവർ ഒരുക്കിയത്. സോ ആദ്യത്തെ 2 ടീം വരും. അതിൽ ഏറുകല്ല്, ലക്ഷ്യസ്ഥാനം നോക്കി ചെറിയ കല്ലെറിയുന്ന ഗെയിം. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ചെറിയ കല്ലെടുത്ത് തൻ്റെ ലക്ഷ്യസ്ഥാനമായ വലിയ കല്ലിലേക്ക് എറിയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുന്നില്ല. ശേഷം അടുത്ത ഒരു കല്ലിന് വേണ്ടി ആവശ്യപ്പെട്ട അയാളോട് സോൾജർ പറഞ്ഞു, എറിഞ്ഞ കല്ല് തന്നെ പോയി എടുത്തോളൂ. ഇത് കേട്ട ആ ടീം വളരെ ബുദ്ധിമുട്ടി മുന്നോട്ടേക്ക് നടക്കുന്നു. കാരണം അവരുടെ കാലുകളെല്ലാം കൂട്ടിക്കെട്ടിയതായിരുന്നു. 5 പേരും ഒരുമിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അങ്ങനെ അവർ ബുദ്ധിമുട്ടി ആ കല്ലെടുത്ത് വീണ്ടും കൃത്യസ്ഥാനത്ത് വന്ന് എറിയുന്നു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, എത്ര എറിഞ്ഞിട്ടും ലക്ഷ്യസ്ഥാനത്ത് ആ കല്ല് എത്തുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ തൻ്റെ എതിർവശത്തുള്ള ടീം വളരെ വിജയകരമായി മുന്നേറുന്നു. ഒത്തിരി ശ്രമങ്ങൾക്കൊടുവിൽ ആദ്യ ടീമിൻ്റെ കല്ല് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നു. അവർ വിജയിക്കുന്നു. വിജയത്തിൻ്റെ സന്തോഷം നുണഞ്ഞ ആ സമയം തന്നെ സമയം കഴിഞ്ഞതിനാൽ അവർ പരാജിതർ ആവുകയും സ്വാഭാവികമായി മരണത്തിലേക്ക് വീഴുകയും ചെയ്യും. അവരുടെ ഓപ്പോസിറ്റുള്ള ടീം പരാജിതരായി മരണത്തിലേക്ക് കീഴടങ്ങുന്നു. ഇത് കണ്ട് ബാക്കി എല്ലാവരും പരിഭ്രാന്തരാകുന്നു. അങ്ങനെ മരിച്ചവരെ കൊണ്ടുപോകാനുള്ള ശവപ്പെട്ടി അവിടെ എത്തുന്നു. ഒരാളെ ജീവനോടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഉള്ള ശവപ്പെട്ടിയിൽ ഒരു പ്രത്യേക ആകൃതിയിൽ ഒരു സോൾജർ മാർക്ക് ചെയ്യും. ഇത് കണ്ട് നോയൽ ആ പെട്ടി തുറക്കാൻ ആവശ്യപ്പെടുകയും ജീവൻ അവശേഷിച്ച ആ പ്ലെയറിനെ വീണ്ടും ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. ശേഷം അടുത്ത റൗണ്ടിൽ ജോ ഹിയോങ്ങിന്റെ ടീം വരും.
അങ്ങനെ മരണമോ ജീവിതമോ എന്ന പാതയിൽ അവർ കാലെടുത്ത് വയ്ക്കുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി.